പറഞ്ഞ പ്രകാരം അങ്ങ് അവയർനെസ്സിനെയും കോൺസെൻട്രേഷനെയും ഒന്നായിട്ടാണ് പറഞ്ഞത്. അവയർനെസ് എങ്ങോട്ട് പോകുന്നു, എനർജി ഫോളോ എന്ന് പറഞ്ഞു. അവയർനെസ് എങ്ങോട്ടാണ് പോകുന്നത്, അതിന് മൂവ്മെന്റ് ഇല്ലല്ലോ. ഇറ്റ് ഈസ് സ്റ്റാൻഡിങ് സ്റ്റിൽ. അത് എല്ലാത്തും ഉണ്ട്. അവയർനെസ് യൂണിവേഴ്സലാണ്. ആ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ അവയർനെസിന്റെ മൂവ്മെന്റ്, ശിവന്റെ മൂവ്മെന്റ് ആണ് ശക്തി. അവയർനെസ് എന്ന് പറഞ്ഞാൽ ശിവനാണ്, കോൺഷ്യസ്നെസ്. അത് എല്ലാത്തിലും എല്ലായിടത്തും ഉണ്ട്. ആ അങ്ങയുടെ ഉള്ളിൽ ഞാനൊരു ബോധമുണ്ട്, എൻ്റെ ഉള്ളിൽ ഞാനൊരു ബോധമുണ്ട്. അങ്ങയുടെ ഉള്ളിലുള്ള ഞാൻ എന്നുള്ള ബോധത്തിന് 100% പ്രാധാന്യം കൊടുക്കുന്നു. ഞാൻ ചിലപ്പോൾ റോബോട്ട് പോലെ നടക്കുന്നു എന്നായിരിക്കും വിചാരിക്കുന്നത്. എൻ്റെ ഉള്ളിൽ ഞാനുണ്ട് എന്നുള്ള ഒരു ധാരണ ചിലപ്പോൾ വന്നൊന്നുമില്ല. ഞാനും അങ്ങനെ വിചാരിക്കുന്നത്. എൻ്റെ ഉള്ളിൽ 100% ഞാനുണ്ട്, അതിന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. നിങ്ങളൊക്കെ ഇങ്ങനെ റോബോട്ട് പോലെ നടക്കും, മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ ഞാൻ എപ്പോഴാണോ അങ്ങയുടെ ഉള്ളിലുള്ള ഞാൻ എന്നുള്ള ബോധത്തിന് 100% പ്രാധാന്യം തരുന്നത്, അങ്ങ് എൻ്റെ ഉള്ളിലുള്ള ഞാൻ എന്നുള്ളതിന് 100% അതുപോലെ തന്നെ പ്രാധാന്യം തരുന്നത്, എന്നിട്ട് നോക്കണം അപ്പം അവിടെ അതിർത്തി എവിടെയാണെന്ന് പറയണം. നിങ്ങൾ ഇവിടം വരെയാണോ, ഞാൻ അവിടം വരെയാണോ, അല്ല സെന്റർ അതിർത്തി ഇല്ലാതെ ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ കാക്കയുടെയും ആകാശത്ത് പറക്കുന്ന പക്ഷിയുടെയും താഴെ ഓടുന്ന കോഴിക്കുഞ്ഞിന്റെ ഉള്ളിലെ ഞാൻ എന്നുള്ളത് വെച്ചാൽ അത് കണക്ട് ചെയ്യുന്നത് എനിക്ക് തിന്നണം, എനിക്ക് രക്ഷപ്പെടണം, മനസ്സിലാകുന്നുണ്ട്? അപ്പം ഈ പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങളുടെ ഉള്ളിലും ഞാൻ എന്നുള്ളത് 100% പ്രാധാന്യത്തിൽ നിലകൊള്ളുന്നു എന്നുള്ളതാണ് സത്യം. പട്ടിയുടെ ഉള്ളിൽ 100% പ്രാധാന്യത്തിൽ ഞാനുണ്ട്. ഞാൻ വിചാരിക്കുകയാണ് അതിന്റെ ഉള്ളില്ല, അത് വെറും പട്ടിയല്ലേ എന്ന്. അതിന്റെ ഉള്ളില് ഉണ്ട്. കൊച്ചുകുട്ടിയെ നോക്കിയാൽ അതിന്റെ അവയർനെസ്സിന് ഒരു ശകലം പോലും പ്രായ വ്യത്യാസം ഇല്ലാന്ന് മനസ്സിലാവും. കൊച്ചുകുട്ടിയെ ഒബ്സർവ് ചെയ്യണം. അതുകൊണ്ടാണ് പറയുന്നത്, സ്വന്തം രാജ്യം നഷ്ടപ്പെട്ട ഒരു രാജാവിന്റെയും സ്വന്തം കളിപ്പാട്ടം പാവയെ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിന്റെയും മനസ്സൊരുപോലെ. രണ്ടും ഒരേ വേദനയാണ്, മനസ്സിലാവുന്നുണ്ടോ? ആ അവയർനെസ് ശ്രദ്ധിച്ചാൽ കൊച്ചുകുട്ടിക്കൊക്കെ ഭയങ്കര അവയർനെസ്സാണ്. കാക്കയ്ക്കൊക്കെ എന്തൊരു അവയർനെസ്സാണ്. ശരീരത്തിലും മാത്രമേ ഉള്ളൂ അതിന്റെ ബ്രെയിനിലുള്ള വ്യത്യാസം. അപ്പൊ അവയർനെസ്സിന്റെ വലിയൊരു ബോധ സമുദ്രത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ നിൽക്കുന്നത്. അതിനെ ഈ ശരീരത്തിലൂടെ നോക്കുമ്പോൾ നമ്മൾ രണ്ടായിട്ട് തോന്നുന്നുള്ളേ. അപ്പൊ ശിവന് ബോധത്തിലാണ് ശക്തി നിലകൊള്ളുന്നത്. ശിവബോധത്തിന്റെ മൂവ്മെന്റ് ആണ് ശക്തി. ശിവബോധം എന്ന് പറയുന്നത് ആ ശിവബോധത്തിന്റെ മൂവ്മെന്റ് ആണ് ശക്തി. അതായത് ഞാൻ എന്നുള്ള ഈ ബോധം ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തിയായിട്ട് പുറത്തേക്ക് സഞ്ചരിക്കും. എനിക്കൊരു ആഗ്രഹം വരും. ഈ ആഗ്രഹം കൊണ്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്, നിങ്ങൾ അങ്ങനെ അവിടെ ഇരിക്കുന്നത്. ഒരു മാൻ ഇങ്ങനെ കാണപ്പെടുന്നത്, ഒരു മരം ഇങ്ങനെ നിൽക്കുന്നത്, അതിൻ്റെ അങ്ങനെ നിൽക്കാനുള്ള ആഗ്രഹമാണ്. ആഗ്രഹങ്ങളാണ് ചരാചരങ്ങളായി മാറി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആഗ്രഹങ്ങൾക്കാണ് ജീവനുള്ളത്, മനുഷ്യനല്ല. ആഗ്രഹങ്ങളാണ് ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്ത് മരിക്കുന്നില്ല. എനിക്ക് ആഗ്രഹങ്ങളാണ് ഇങ്ങനെ പല ഫോംസ് മാറി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ജന്മമരണ ചക്രങ്ങളുടെ ബേസ്. മനുഷ്യനല്ല ജീവനുള്ളത്, ആഗ്രഹങ്ങൾക്ക്. അപ്പോ ഈ പ്രപഞ്ചം മുഴുവൻ ഡിസയറാണ്, ആഗ്രഹങ്ങളാണ്. അതാണ് ശക്തി രജോ ഗുണമായിട്ട് പറയുന്നത്. ചുമല കളറിൽ ശക്തിയെ പറയുന്നത്. രാഗത്തിൽ നിന്ന് ജനിച്ചത് രജം, ആഗ്രഹത്തിൽ നിന്ന് ജനിക്കുന്നതാണ് രജോ ഗുണം. അപ്പം ബോധസമുദ്രത്തിൽ നിന്ന് ഒരു ഇച്ഛാശക്തി, ഒരു ആഗ്രഹമായിട്ട്, ആഗ്രഹം ആദ്യം ഉണ്ടായിരുന്നു. ഒന്നായിരുന്ന ബ്രഹ്മത്തിന് എങ്ങനെയോ രണ്ടാകണം എന്നുള്ള ആഗ്രഹം. അപ്പൊ അതിലേക്ക് ഫസ്റ്റ് ശ്രീചക്രത്തിന്റെ ഒരു ബിന്ദുവിൽ നിന്ന് അടുത്ത ബിന്ദു ഉണ്ടാവും. ആ ഇച്ഛാശക്തി ആദ്യം ഉണ്ടായി. ആ ഇച്ഛാശക്തിയിൽ നിന്ന് ജ്ഞാനശക്തി ഉണ്ടായി. ആ ജ്ഞാനശക്തിയിൽ നിന്ന് ക്രിയാശക്തി ഉണ്ടായി. അപ്പോൾ ട്രയാങ്കിളായി, ബിന്ദുവായി. ബിന്ദുവാണ് കോൺഷ്യസ്നസ്, ശിവബോധം. അതിൽ നിന്ന് ആദ്യം ഇച്ഛാശക്തി ഉണ്ടായി, ജ്ഞാനശക്തി ഉണ്ടായി, ക്രിയാശക്തി ഉണ്ടായി. മനസ്സിലാവുന്നുണ്ട്? പിന്നെ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വലിയ പ്രപഞ്ചമായിട്ട് മാറി, വലിയ ശ്രീചക്രമായിട്ട് മാറി, പ്രപഞ്ചമായിട്ട്. ആദ്യ പരാശക്തി സ്വരൂപം അതാണെന്ന് പറയുന്നതിൻ്റെ കാര്യം. അപ്പൊ ആ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തിയായിട്ട് അതങ്ങനെയല്ലേ. നമ്മൾ ചുമ്മാ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ഒരു അയൽവക്കക്കാരൻ കാറുമായിട്ട് പോകുമ്പോൾ കാറ് വേണമെന്ന് ആഗ്രഹമായി ഗൂഗിളിനകത്ത് അടിച്ച് നോക്കിയപ്പോൾ ജ്ഞാനശക്തിയായി എത്ര റേറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെ പോയി അമ്മ തലയെ പിടിച്ച് വെപ്പിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ട് വരുമ്പോൾ ക്രിയാശക്തിയായി. അവിടെ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഡൈനറ്റിക്കലായിട്ട് വണ്ടി ഓടിച്ചു വരുന്നു എനർജിയായിട്ട്. ലൈറ്റ് ഇടുമ്പോൾ ഇലക്ട്രിക്കൽ എനർജിയായി, ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പൊട്ടൻഷ്യലായി എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ശരിക്കും ഈ ശക്തി സ്വരൂപം ഉള്ളിൽ നിന്ന് ഇച്ഛാശക്തിയായിട്ട് ആരംഭിക്കുന്നു. അവിടെ ശരിക്കും
ഈ മുമ്പേ പറഞ്ഞിട്ട് അവയർനെസ് എന്ന് പറയുന്നത് എങ്ങോട്ട് പോകുന്നു, അവിടോട്ട് എനർജി ഫോളോ ചെയ്യുന്നു പറഞ്ഞു. അവയർനെസ് എങ്ങോട്ട് പോകുന്നില്ല, അവയർനെസ് അല്ല പോകുന്നത്. അവയർനെസ് ഞാൻ എന്നുള്ള സ്റ്റാൻഡിങ് സ്റ്റിൽ, അവിടുന്ന് കോൺസെൻട്രേഷനാണ് മൂവ് ചെയ്യുന്നത്. ശക്തി ആ കോൺസെൻട്രേഷനെ ബേസ് ചെയ്തിട്ട് അതിനെ ബാക്കിൽ വരുന്നു അല്ലേ. ഞാനിവിടെ ഉണ്ട്, ഞാൻ അങ്ങേ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴും ബോധം ചലിക്കുന്നില്ല. ഞാൻ അങ്ങേ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴും എൻ്റെ പ്രാണനെ ഞാൻ അങ്ങയിലേക്ക് വിടുമ്പോഴും സംസാരത്തിലൂടെ വിടുമ്പോഴും ഞാനിവിടെ ഉണ്ട്, അങ്ങയുടെ ബോധം അവിടെ ഉണ്ട്. ഈ ബോധം ഒന്നാണ്. അപ്പം അവയർനെസ് എന്ന് പറയുന്നത് സമുദ്രമാണ്. അതിനകത്തിൽ നമ്മൾ തിരകൾ പോലെ ഉണ്ടായിരിക്കുന്നു. അതിലൂടെ പ്രാണന് അവയർനെസ് ശിവനാണ്. അതിൽ നിന്ന് ശക്തി ഉണ്ടാവുന്നു. ആ ശക്തി ഇച്ഛാശക്തിയായിട്ട് ജ്ഞാനശക്തിയായിട്ട് ക്രിയാശക്തിയായിട്ട് പ്രവർത്തിച്ച് അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ ശരിക്കും ഈ അവയർനെസ്സിൽ നിന്നാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. ശക്തിക്ക് ജ്ഞാനമില്ല. ആ ശക്തി ഒബ്സർവ് ചെയ്യുന്ന ശിവബോധത്തിനാണ് ജ്ഞാനമുള്ളത്. അത് ശിവന്റെ മുകളിൽ ദേവി ഇരിക്കുന്നതായിട്ട് പറയും കൽപ്പന. അതെ. അപ്പൊ ആ ഇമോഷന് ബോധമില്ല. അതാണ് ഇമോഷൻ ഉള്ളവർക്ക് ബോധമില്ല. ആറ്റം ബോംബ് ഇമോഷനാണ്. പക്ഷെ അപ്പൊ ന്യൂക്ലിയർ റിയാക്ടറിൽ അവയർനെസ്സോടു കൂടി ആറ്റോമിക് പവറിനെ ഉപയോഗിക്കുന്നു. ആറ്റം ബോംബിൽ ഇമോഷനോടുകൂടി ആറ്റോമിക് പവറിനെ ഉപയോഗിക്കും. അപ്പൊ അവയർനെസ് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു തോക്കിരുന്ന പോസിറ്റീവ്, 2 വയസ്സുള്ള കുട്ടിയുടെ കയ്യിരുന്നാൽ അതിന് അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് അതേ ശക്തി ഉള്ളത് കൊണ്ട് അത് നെഗറ്റീവുമാണ്. അപ്പൊ 0 എന്ന് പറയുന്നത് അവയർനെസ് കോൺഷ്യസ്നെസ്, -1 എന്ന് പറയുന്നത് ശക്തി ശിവബോധം ഇല്ലാത്ത അവസ്ഥ ഡിസ്ട്രക്റ്റീവാണ്. പോസിറ്റീവ് +1 എന്ന് പറയുന്നത് ബോധത്തോടു കൂടിയ ശക്തി കൺസ്ട്രക്റ്റീവുമാണ്. അപ്പൊ ശരിക്കും ഈ പിടിയിടുന്നുണ്ട്. അപ്പൊ ശരിക്കും ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദേവതാ ലോകം കടക്കാതെ ധ്യാനത്തിൽ വിജയിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞൊരു കാര്യം പിടിയിട്ടു. ദേവതാ ലോകത്തിൽ നെഗറ്റീവായിട്ട് പ്രാണനെ വൈബ്രേറ്റ് ചെയ്യിക്കുന്ന ഇപ്പൊ കണ്ടുകൊണ്ടുള്ള ദേവതകളുണ്ട്. പോസിറ്റീവായിട്ട് പ്രാണനെ വൈബ്രേറ്റ് ചെയ്യിക്കുന്ന നല്ല ദേവതകളും ഉണ്ട്. നമ്മൾ ആഗ്രഹങ്ങൾ പുരുഷാർത്ഥ പ്രതാപൂർണ ഭോഗിനി ഭുവനേശ്വരി, പുരുഷാർത്ഥങ്ങളെ സാധിച്ചു തരുന്ന ധർമാർത്ഥ കാമ മോക്ഷങ്ങളെ സാധിച്ചു തരുന്നവളാണ് ദേവി എന്ന് പറയാൻ കാരണം അതാണ്. അത് സാധിച്ചു തരുന്ന ആ ഡിസയറിനെ അറിഞ്ഞ് അതിലൂടെ അനുവർത്തിക്കാൻ, അനുഭവിച്ചറിഞ്ഞ് അതിനെ അനുവർത്തിക്കാൻ സഹായിക്കുന്നതാണ് തന്ത്രം, അല്ലെങ്കിൽ ദേവി ഉപാസന, ശ്രീവിദ്യ എന്നുള്ളത്. ആ ദേവതയുടെ സപ്പോർട്ട് അവിടെ ഉള്ളപ്പോൾ നമുക്ക് ഈ ദേവതാ ലോകം ഡിസൈറിൽ നിന്നാണ് ദേവത ഉണ്ടാകുന്നത്, ആഗ്രഹങ്ങളിൽ നിന്നാണ് ദേവതകൾ ഉണ്ടാകുന്നത്. പ്രാണൻ ആഗ്രഹങ്ങളിലൂടെ പ്രവർത്തിക്കുമ്പോഴാണ് ദേവതയായിട്ട് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഗുണങ്ങളെ വെളിയിൽ നിന്നുള്ള ദേവതകളുടെയും എൻ്റെ ഉള്ളിലുള്ള വാസനകളെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കും. തമോ ഗുണമായിട്ടുള്ള ഒരാളിലേക്ക് തമോ ഗുണപ്രധാനമായ കാര്യങ്ങൾ വന്നു ചേരും. അത് അറിയുന്നെങ്കിൽ ഇപ്പോൾ വളരെ ബെസ്റ്റ് എക്സാമ്പിളുണ്ട്. യൂട്യൂബിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ നമ്മൾ കണ്ടാൽ പിന്നെയും പിന്നെയും അങ്ങനെയുള്ള സജഷൻസ് ഇങ്ങോട്ട് അവർ കൊണ്ട് വെച്ചിട്ട് അല്ലേ. ഇതുപോലെയാണ് പ്രപഞ്ചത്തിൽ നിന്ന് കോമ്പൗണ്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. നമുക്കൊരു ഡിസൈർ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഡിസൈർ നമ്മുടെ ഉള്ള ഡിസൈറിനെ പൊക്കിയെടുക്കുന്ന സാധനം വെളിയിൽ നിന്ന് വരും. ഒരു ഗുണ്ടയാണെങ്കിൽ അവനെ പിടിച്ച് ജയിലിൽ ഇടും ഒരു കള്ള കേസിൽ. അവിടെ മുഴുവൻ ഇങ്ങനെയുള്ള ആളുകളാണ്. അവന്മാർ ഇവരെ കൂടുതൽ പഠിപ്പിച്ച് കൂടുതൽ കള്ളനും കൊലപാതകയാക്കി മാറ്റിയായിരിക്കും വെളിയിലോട്ട് വിടുന്നത്. അപ്പോൾ അവൻ കൂടുതൽ കൊലപാതകവും കാര്യങ്ങളും പിടിച്ചു വരികയും ചെയ്യും. പിന്നെ ജയിലിൽ കൊണ്ടുപോയിടും. പിന്നെ അടുത്ത ക്ലോസാണ്. ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം വെളിയിൽ നിന്നുള്ളതും അകത്തു നിന്നുള്ളത്, അതായത് നേച്ചർ നർച്ചർ ഡിബേറ്റ് സൈക്കോളജിയിൽ ഇപ്പോഴും ഉണ്ട്. നേച്ചറാണോ ഒരാളുടെ പേഴ്സണാലിറ്റിയിൽ കാര്യങ്ങളുണ്ട് ചേഞ്ചസ് ഉണ്ടാക്കുന്നത്, അതോ നർച്ചറിങ് ആണോ എന്നുള്ളത് അല്ലേ? അത് പാരമ്പര്യമാണോ? അതാണ് നേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. ജീനുകളിലൊക്കെ ഉള്ള സംഭവങ്ങൾ ഉണ്ടാവാം. അതോ നർച്ചറിങ് ആണോ? എൻ്റെ അഭിപ്രായത്തിൽ രണ്ടുമുണ്ട്. അപ്പം രണ്ടും അത് ഡിബേറ്റ് ചെയ്യുന്ന കാര്യം രണ്ടുമുണ്ട്. സാഹചര്യം അനുസരിച്ചിട്ട് ഓരോന്നും കയറി വരുമെന്നുള്ള. അപ്പൊ ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ദേവതാ ലോകം എന്ന് പറയുന്ന ഒരു ഡേഞ്ചർ സോൺ. സ്പിരിച്വലി സാധന ചെയ്യുന്ന എല്ലാവരും, ശങ്കരാചാര്യ സ്വാമികൾ ഇത്രയും അദ്വൈതം വേദാന്തം പറഞ്ഞിട്ട് ലാസ്റ്റിൽ വയറുവേദന എടുത്തിട്ട് കാപാലികന്റെ ആഭിചാരം കൊണ്ട് വയറുവേദന എടുത്ത് സഹിക്കാൻ വയ്യാതായിട്ട് പത്മപാദരുടെ നരസിംഹോപാസന വെച്ചിട്ടാണ് അത് മാറ്റിയത്. ഇപ്പൊ ഇത്രയും വലിയ ആചാര്യം വന്നിട്ട് അദ്ദേഹത്തിന് സ്വയം അത് കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല
അവിടെ ഒരു ദേവത ഉപാസകന്റെ സപ്പോർട്ട് വേണ്ടി വരും. പിടിയിട്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള അതാ പറഞ്ഞ ആ ദേവത ലോകം കിടക്കാതെ താഴെ വന്നേ സമ്മാനമുള്ളൂ എന്ന് പറഞ്ഞു. കാരണം നമ്മുടെ ഡിസയറാണ് ഈ ശരീരം ഉണ്ടായിട്ടുള്ളത്. അതിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഡിസയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ദേവതകളുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നത്. ആ ലോകത്തിനെ കറക്കണ്ടേ. നമ്മൾ ഈ ആത്മീയ പാതയിൽ പോകുമ്പോഴത്തേനും ഈ ടെസ്റ്റ് പോലെയല്ലേ കാര്യങ്ങൾ. അതായത് ഓരോ ഘട്ടം കടന്ന് നമ്മൾ പ്രോഗ്രസീവ് വരുമ്പോൾ അവിടെ ഒരു ടെസ്റ്റ് വരും. ഒന്നേ നമ്മൾ അവരോട് വീണ്ടും ബോർഡോട് നോർമലായിട്ട് ടെസ്റ്റ് എന്നുള്ളതല്ല, ഇത് വടം വലിയാണ്. ഇപ്പൊ നമ്മൾ വസ്തുവിന് ചങ്ങല പിടിച്ചിട്ട് പണ്ട് ചയറ് പിടിച്ച് അടി ഉണ്ടാക്കത്തില്ലേ, തേപ്പ് പിടിച്ചിട്ട്. ഇത് നിന്റെ വസ്തുവാണ്, എന്റെ ഇവിടം വരെ എനിക്ക് ഇത്രയും വസ്തു. ആ കാര്യത്തിൽ പറഞ്ഞേക്കുന്നത് ഇത്ര സെന്റാ, ഇത്ര ആറ്, ഇത്ര ചതുരസ ചാമിയാ പറഞ്ഞേക്കുന്നത്. ആ നീ എന്താ അങ്ങോട്ട് പിടിച്ചാൽ എങ്ങനെ നടക്കുന്നത്? അതൊക്കെ അങ്ങോട്ട് പിടിക്കും, നിങ്ങൾക്ക് മാത്രം മതിയാ എന്ന് പറഞ്ഞ് ഈ ഭൂമി എന്റേതാണെന്ന് പറഞ്ഞ് അടി ഇടി ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ ശരീരം എന്റേതാന്ന് പറഞ്ഞ് ബാധകളും ദേവതകളും നല്ല ദേവത ചീത്ത അടി ഉണ്ടാവട്ടെ. ആ അത് സിംബോളിക്കായിട്ട് പറഞ്ഞിരിക്കുക. അതാണ് സിംബോളിക്കായിട്ട് പറഞ്ഞിരിക്കുന്ന. അതൊക്കെ പുരാണം ഈ സാധനമാണ് പറയുന്നത്. ദേവന്മാരെന്ന് പറയുന്നത് നല്ല ദേവതകളും ചീത്ത അസുരന്മാരെന്ന് പറയുന്നത് ഈ ബാധകള്. അത് എപ്പോഴും നടക്കുക. തപാലാഴി മഥനം എപ്പോഴും നടക്കുക. അതിൽ നിന്നാണ് അമൃതസ്രാവം ഉണ്ടാവുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നത്. ഇത് തന്നെ സിംബോളിക്കായിട്ട് പറയുന്നത്. യോഗാമൃതം ഉണ്ടാവും, നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് നാക്കിനകത്ത് വരും. നമ്മൾ തന്നെ അറിയാത്തപ്പോഴും അത് വരുന്നത് ഭയങ്കര ടേസ്റ്റായി. കടുശർക്കര യോഗത്തിൽ യോഗാമൃതമാണ് അതിന്റെ കൂട്ടെന്ന് പറയുന്നുണ്ട്. ഭരണാസാനത്തിലെ വിഗ്രഹത്തിൽ കടുശർക്കര യോഗം. അപ്പം ഇതാണ് സിംബോളിക്കായിട്ട് പറയുന്നത് പാലാഴി മഥനത്തിൽ. അപ്പൊ ശരിക്കും വാസുകി എന്തോ, വാസുകിയുടെ ഒരറ്റത്ത് ദേവന്മാര് വാലെ പിടിക്കാൻ പറഞ്ഞു വിഷ്ണു. അസുരന്മാര് തലയുടെ ഭാഗത്ത് പിടിക്കാൻ, അസുരന്മാര് ഞങ്ങൾ തലയെ പിടിക്കത്തുള്ളൂ പറഞ്ഞു. അപ്പോഴാണ് ഈ വിഷം കുറെ കഴിഞ്ഞപ്പോൾ വരുന്നത്. തലയ്ക്കകത്ത് തന്നെ വരുന്നത്. അസുരന്മാരൊക്കെ മാലസ്യപ്പെട്ടു. ഈ ആരാ ഈ വാസുകി ആരാ ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞേ, കണക്ട് ചെയ്ത് നോക്ക്. വാസുകി ആരാ? പാലാഴി മഥനത്തിലെ പാമ്പ് വാസുകി ആരാ? കുണ്ടല്യാണ്. മഹാമേരു എന്ന് പറയുന്നത് സുഷുമ്നയാണ്, അല്ലെങ്കിൽ നട്ടല്. അപ്പൊ ആ മേരു എന്നല്ലേ, മേരുദണ്ഡം എന്നല്ലേ പറയുന്നത്, നട്ടല്. ആ മേരു പർവ്വത കുണ്ടലിനെയാണ് ദേവന്മാരും അസുരന്മാരും കൂടെ പിടിച്ച് ഇത് ചെയ്യുന്നത്. ആ അതാണ് പറഞ്ഞത്. അവൾ ഓരോന്നും ഉണ്ടായി. ലക്ഷ്മി ദേവി ഉണ്ടായപ്പോ മഹാവിഷ്ണുവിന് കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? അവിടെ ചക്ര അത് ഞാൻ പറഞ്ഞില്ലേ, വിഷ്ണു ആക്റ്റീവ് ആയാൽ ലക്ഷ്മിയെ കിട്ടുമെന്ന്. ആ ഭയങ്കര രസം ഇതൊക്കെ നമ്മൾ കണക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ. മനസ്സിലായോ? കാളകൂടം വന്നു, അങ്ങനൊക്കെ ഉണ്ട്. കുറെ കണക്ട് ചെയ്തെടുത്താൽ ഭയങ്കര രസമാണ്. ആ ശിവനത് കുടിച്ചു അല്ലേ? ഈ നെഗറ്റീവ്സ് എല്ലാം ഈശ്വരനാണ് താങ്ങുന്നത്. ഈശ്വരൻ താങ്ങും. അപ്പൊ നമ്മൾ ഇതേ എപ്പോഴും പാലാഴി മഥനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആമയുടെ മേളിലാണ് ഇതിന്റെ പണി. ആമയുടെ മേളിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആമയുടെ മേളിൽ വെച്ചല്ലേ കടയുന്നത്. ആമ എന്ന് പറഞ്ഞാൽ എന്തിന്റെ പ്രതീകമാണ്? ഇന്ദ്രിയ നിഗ്രഹത്തിന്റെ 5 അകത്തോട്ട് കയറ്റുന്ന 5 ഇന്ദ്രിയങ്ങളെ പുറത്ത് ചെന്ന് വ്യാപിക്കാതെ അകത്തോട്ട് ധ്യാനാത്മകമായിട്ട് ഇരുന്നിട്ടാണ് ഈ കുണ്ടലിന് റൈസ് ചെയ്യുന്നത്. അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. കാരണം സിംബോളിക്കായിട്ട് എന്ത് ഭംഗിയായിട്ടാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ വന്ന അമൃത് വന്നു, ഗരുഡന് കിട്ടി, പാമ്പ് ആയിട്ടുള്ള അടി, ഇതെല്ലാം നമ്മൾ ഇതാണ്. ശരിക്കും അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞ മനസ്സിലായോ സാറേ? അപ്പം ഇത്തരത്തില് ഞാൻ പറഞ്ഞു വന്നത് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് പുറത്തേക്ക് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അകത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റൂല. കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒരു പുല്ലും അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ കുറെ കാണാൻ വെച്ച് കഴിഞ്ഞാൽ കുറെ മാറിക്കൊണ്ടിരിക്കുന്ന പിക്ചറുകൾ മാത്രമേ ഉള്ളൂ അവിടെ. അത് സ്ഥിരമായിട്ടിരിക്കുന്നല്ല, മാറിക്കൊണ്ടിരിക്കുന്ന പിക്ചറുകളാണ്. എവിടെയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും? ഞാനൊരു ബോധമുണ്ട്, അതൊട്ട് ഫുള്ള് ബോധം എല്ലായിടത്തും ഉണ്ട്. അതിനെ എവിടെയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും? അപ്പൊ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ പ്രക്രിയയെ പുറത്തേക്ക് ചെയ്യുന്നതാണ്.
അകത്തേക്ക് ചെയ്യുന്നതല്ല. ധ്യാനം എന്ന് പറഞ്ഞാൽ ഉള്ളിലോട്ട് കണ്ണടച്ച് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പരിപാടിയല്ല. ധ്യാനം എന്ന് പറഞ്ഞാൽ വികേന്ദ്രീകരണമാണ്. നമ്മൾ പ്രപഞ്ചമായിട്ട് മാറും. നമ്മൾ ഈ ബോധസമുദ്രത്തിലേക്ക് ലയിക്കുന്നു. അതായി നമ്മൾ മാറുകയാണ്. അവിടെ നിങ്ങളും പട്ടിയുടെ കുറയോ ഒരു കുട്ടിയുടെ കരച്ചിലോ ഒന്നും നമുക്കൊരു ശല്യമല്ല. ഇത് നമ്മൾ അതെല്ലാം ആയിട്ടങ്ങ് മാറുമല്ലേ. അപ്പൊ അതിന് മുന്നേ നമ്മള് ഇവിടെ ആജ്ഞയിലെ സംസ്കാരത്തെ നമ്മള് ധാരണ ചെയ്ത് ധ്യാനത്തിലോട്ട് കടന്നു കഴിയുമ്പോഴല്ലേ നമ്മള് ഇതെല്ലാം നമുക്ക് മാനസിക രോഗങ്ങളുണ്ടാക്കും. കോൺസെൻട്രേറ്റ് ചെയ്യണ്ട, നാച്ചുറൽ ആവുക എന്നുള്ള ഒന്നാമത്തെ ധ്യാനത്തിന്റെ കണ്ടീഷൻ. ഇല്ല കുണ്ടലിനി വഴുതെറ്റ് ചാടി കയറി കുണ്ടലിനി ആക്റ്റീവായ ആജ്ഞയിലോട്ട് വരുമ്പോൾ ബാധാലോകത്തേക്ക് പോകും. ദേവതയ്ക്ക് കിട്ടാതെ വരും. ഇമോഷൻ ഡിസയർ ഇതായിട്ടില്ലല്ലോ. ഡിസയർ ഇതായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അത് റിസൾട്ട് കിട്ടുന്നത്. കൂടുതൽ ചാടിക്കേറി നമ്മൾ ആജ്ഞയെ കോൺസെൻട്രേറ്റ് ചെയ്ത് തേടയെ ആക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ ഡിസയർ മൈൻഡ് സ്റ്റോപ്പായിട്ടില്ല, കുണ്ടലിനി നേരെ മൈൻഡിലോട്ട് കയറി വളരും. പിന്നെ ഈ ആദ്യമൊക്കെ സങ്കല്പിക്കുന്ന കാര്യങ്ങൾ സത്യമായിട്ട് വരും, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു തോന്നൽ വരും, ഞാൻ നെഗറ്റീവും സങ്കല്പിച്ച് അത് നടക്കത്തില്ല. അറിയാതെ ഇപ്പം നെഗറ്റീവ് സങ്കല്പിക്കും, ഇപ്പം നെഗറ്റീവ് നടക്കാൻ തോന്നും. അവസാനം ഭ്രാന്ത് പിടിക്കും. അങ്ങനെ തേടയെ ആക്ടിവേഷൻ ചെയ്ത് മാനസിക പ്രശ്നമായി ഇവിടെ വന്നിട്ടുണ്ടാകും. ആരോ ഒരാൾ തേടയെ ആക്റ്റീവാക്കി കൊടുക്കുന്നുണ്ട്. ദേവതാര് താഴെ പോയി എന്നിട്ട് അതാണ് മൈൻഡ്. മനസ്സിനെ സ്റ്റോപ്പ് ചെയ്യാതെ കണ്ട് കുണ്ടലിനെ റേസ് ചെയ്യരുത്. മനസ്സ് സ്റ്റോപ്പ് ആവുന്നത് കൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രാണൻ വന്ന് വർക്ക് ചെയ്തത്. കാണിച്ചില്ല, മനസ്സ് വർക്ക് ചെയ്യുകയാണെങ്കിൽ മനസ്സിൽ ലോകത്തിലുള്ള കരണത്തിൽ ഒരു ഇഞ്ച് അങ്ങോട്ട് നീങ്ങത്തില്ല. പിന്നെ ഞാൻ വിഷ് ഫുൾഫിൽ ചെയ്യണം. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നു. നല്ല ദേവതകൾ വന്ന് സപ്പോർട്ട് ചെയ്യുന്നു. ലോ ഓഫ് അട്രാക്ഷനാണ് കണ്ടത്. ലോ ഓഫ് അട്രാക്ഷൻ കേട്ടിട്ടില്ലേ? അതാണ് അതിൻ്റെ ആദ്യമായിക്കട്ടെ. അതാണ്ട് പ്രാക്ടിക്കൽ ആക്ഷനാണ് കണ്ടത്. അതെങ്ങനെ ദേവതകൾ വേണം. നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ ചെയ്യാൻ പറ്റത്തില്ല ലോ ഓഫ് അട്രാക്ഷൻ. കാരണം നമുക്കൊരുപാട് ഫെയിലിയർ ഹിസ്റ്ററി ഉണ്ട്. നമ്മൾ വിശ്വസിക്കത്തില്ല. അത് തന്നെ കാര്യം. ഉപബോധം ഞാൻ എത്ര എന്തെല്ലാം ചെയ്തൊന്നും വിജയിച്ചിട്ടില്ല. അവിടെ ഒരു ദേവത വേണം. ദേവതയ്ക്ക് ഫെയിലിയർ ഹിസ്റ്ററി ഇല്ല. ദാരിദ്ര്യമൊക്കെ കൊന്ന് ഇങ്ങനെ ഇരിക്കുക വിജയിച്ച്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവിടെ ചെറിയൊരു കള്ളത്തരമാണ്. പേഴ്സണാലിറ്റി ബൈപ്പാസിംഗ് ആണ്. ദേവതയെ കോൺസെൻട്രേഷൻ എപ്പോഴും പുറത്തോട്ടാന്നേ. അകത്തേക്ക് വികേന്ദ്രീകരണം മാത്രമേ പറ്റത്തുള്ളൂ. ഇവിടുന്ന് നിങ്ങൾ നീ തെറ്റിദ്ധരിക്കുന്ന എന്ത് പെയിൻ പ്രശ്നം എന്നറിയാം. ഇപ്പൊ നിങ്ങളിപ്പോ ഇവിടുന്ന് കഷ്ടപ്പെട്ട് ഗുരുവായൂർ പോവാക്ക, അവിടെ ചെന്ന് ഭഗവാനെ കാണുന്ന സമയമാകുമ്പോഴത്തേക്ക് കണ്ണം കടയ്ക്കും. ഭഗവാനേ നാരായണ നാരായണ ഇത്രയും തൊള്ളി ഇഞ്ഞ് മാറ്റി. ഈവൻ എന്നാ വീട്ടിൽ നിന്ന് കണ്ണടച്ചിരുന്നാ പോലെ. എന്തിനാ ഇത്രയും ദൂരം യാത്ര ചെയ്ത് അവിടെ പോകും? അവിടെ ചെന്ന് നമ്മൾ കണ്ണ് തുറന്ന് സ്കാൻ ചെയ്ത് പോയിട്ട് പിന്നെ കണ്ണടച്ചിട്ട് എപ്പോൾ കണ്ണടച്ചാലും ഈ രൂപം വരണം. എന്തിനാ വേറെ ചിന്തകൾ വരുമ്പോ ഈ രൂപം അങ്ങോട്ട് പ്ലേസ് ചെയ്യുക. അതിലേക്ക് ശ്രദ്ധിച്ചിട്ട് കണ്ണ് തുറന്ന് ഈ ലോകത്ത് വരും. ഈ ലോകത്ത് നിൽക്കാനാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്. അല്ലാതെ കണ്ണടച്ചത് സങ്കല്പ ലോകത്ത് പോകാനല്ല. അത് ക്ഷീണമാണ്. അത് വേറെ ചിന്ത വരുമ്പോൾ മാത്രം അത് ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ അല്ലാതെ വിളക്ക് നോക്കി കണ്ണ് തുറന്ന് ജപിക്കണം, ധ്യാനിക്കണം. കണ്ണ് തുറന്നാണ് ജപിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടത്. കണ്ണടച്ചല്ല. എല്ലാവരും ജപം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം? കണ്ണം കടക്കണം. അങ്ങനല്ല, കണ്ണ് തുറന്നാ ചെയ്യേണ്ടത്. അത് അവയർനെസ് ലെവലാണ്. ബ്രാഹ്മണൻ, വൈശ്യൻ, ക്ഷത്രിയൻ, ശൂദ്രൻ. ആ ജന്മരാശി ജാതിയല്ല, കർമ്മമല്ല. നിങ്ങളുടെ അവയർനെസ് ലെവലാ. നിങ്ങൾ ഏറ്റവും ഉയർന്ന അവയർനെസ് ലെവലിലാണ് ബ്രാഹ്മണനാണെന്ന് പറയുന്നത്. നിങ്ങൾ അതിന്റെ അടുത്ത അവയർനെസ് ലെവലിലാകുമ്പോൾ ക്ഷത്രിയനായി, അതിന്റെ അടുത്ത ലെവലിൽ വൈശ്യനായി, അതിന്റെ അടുത്ത അവയർനെസ് ലെവലിൽ ഏറ്റവും ഗ്രൗണ്ട് ലെവലിൽ അവയർനെസ് ഉള്ള അവസ്ഥയിൽ ശൂദ്രനായി. ഇന്ന് പറഞ്ഞ അടി കിട്ടുക. അതുകൊണ്ട് അതിനകത്ത് ടച്ച് ചെയ്യാത്തത്. അവയർനെസ് ലെവൽ എന്ന് പറയുമ്പോൾ എന്തുവാ? എന്റെ കൂട്ടാണ് നിങ്ങൾ എന്നുള്ള തിരിച്ചറിവ്. ഒരാളുടെ ക്വാളിറ്റി എന്താ പറഞ്ഞേ? സത്യസന്ധതയാണോ ഒരാളുടെ ക്വാളിറ്റി? ആണോ?
അല്ലേ? രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ അളക്കുന്നത് എൻ്റെ കൂട്ടാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കി പെരുമാറുക. ഇത് രണ്ടും അല്ലേ ഒരു കൾച്ചർ എന്ന് പറയുന്ന ഒരവസ്ഥ ആണോ? ആ, അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊന്നും ഞാൻ ചെയ്യരുത്. സത്യസന്ധത ഉണ്ടാക്കും, ക്വാളിറ്റി ഉള്ള ആളാണെങ്കിൽ, കൾച്ചർ ഉള്ള ആളാണ്. എന്നോട് നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ നിങ്ങളോട് ചെയ്യാവും, അല്ലേ? അങ്ങനെയെങ്കിൽ ഇത് മനുഷ്യനോട് മാത്രം മതിയോ? പോരാ. മനുഷ്യനോടല്ല, മനുഷ്യനോട് മാത്രമേ മതിയോ എന്ന് വെച്ച് മറ്റ് ജീവികളോട് വേണോ വേണ്ടോ എന്റെ ചോദ്യം. മറ്റു ജീവികളോടും വേണം. കാരണം നമുക്കിപ്പം ഈ പറയുന്ന നമ്മുടെ ഇപ്പം കൊല്ലരുത് എന്ന് പറയുന്നത് ഒരു പൊതുവെ മനുഷ്യനെ കൊല്ലാൻ പാടില്ല, ബാക്കി എല്ലാത്തിനും കൊല്ലാന്ന് പറഞ്ഞാൽ അത് ഒരു നിയമം, പൊതു നിയമമായിട്ട് എടുക്കാൻ പറ്റുമോ? അതപ്പോ ഒരു പാർഷ്വാലിറ്റി അല്ല, അത് ജനറലൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ജനറലൈസ് ചെയ്യാന്ന് ഫുള്ള് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. മനുഷ്യൻ ജീവിക്കണമെങ്കിൽ ഫുഡ് കഴിക്കണം. അപ്പൊ അതിന് അവന് പറ്റുന്ന രീതിയിലുള്ള ഒരു ഒക്കുന്നത്രയും നല്ല രീതിയിൽ കഴിയുക എന്നൊരു സാധനമുണ്ട്. കാരണം ഈ പ്രപഞ്ചത്തിലെല്ലാം അദ്വൈതമാണ്, ദ്വൈതമല്ല. പക്ഷെ നമ്മളെല്ലാം ദ്വൈതമായിട്ടാണ് കാണുന്നതെന്നുള്ളത്, അല്ലേ? ഇപ്പൊ ഫുഡ് കഴിക്കണം, ജീവിച്ചിരിക്കും ഫുഡ് കഴിക്കണം. ഇപ്പൊ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ 10 രൂപ കൂട്ടിയിടാതെ കൊടുക്കാൻ ബിസിനസ് നിലനിൽക്കത്തില്ല. പക്ഷെ അത് 100 രൂപയാകുമ്പോഴാണ് ഈ പ്രശ്നം. മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്തൊരു സെന്റർ ലെവലുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പുലി ഒരു മാനിനെ കൊല്ലുന്നത് തെറ്റല്ല. അതിന്റെ ജീവസന്ധാനത്തിന് വേണ്ടിയിട്ട് അത് ചെയ്യുന്നത്. അതിന് അതേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അത് ഈ എക്കോ സിസ്റ്റം നിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ നോർമൽ ലോയെ തെറ്റിക്കുന്നിടത്താണ് പ്രശ്നം കിടക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവയർനെസ് കൂടി വരുന്നതനുസരിച്ചിട്ട് ഇതിനകത്തിലൊക്കെ വ്യത്യാസം വരുമെന്നായി പറയുന്നത്. അദ്വൈതത്തിലോട്ട് വന്നു, അത് ഏകം വന്നു. എന്നെ പോലെ തന്നെ മറ്റുള്ളവരെ കാണുന്നു. മാതാപിതാ ഗുരുദേവം അല്ലെ അതിഥി ദേവോപത ഭവ ആചാര്യ ദേവോപത എന്നൊക്കെ നമ്മൾ പറയുന്നത് കാണുന്നല്ല ഈശ്വരനായിട്ട് നമ്മൾ മുമ്പിൽ വന്നു. ഞാൻ വിചാരിക്കുന്നു നമ്മുടെ കബീർദാസ് കൊണ്ടുവരുന്നത് നമ്മുടെ ഈ കൃഷ്ണമൃഗം അതിന്റെ മണം അന്വേഷിച്ച് കാട് മൊത്തം ചുറ്റിത്തെറിഞ്ഞ അവസാനം അതിന് തന്നെ നാഫീൽ അല്ല അതിന്റെ തന്നെ ഉള്ളിലാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ആവേലച്ചന്റെ ഒരു പാട്ടുണ്ടല്ലോ, നമ്മുടെ ഇതിന്റെ കലാഭവന്റെ അവസാനം ഇതിലേക്ക് ഞാൻ തിരിഞ്ഞു, അവിടെയാണ് ഈശ്വരന്റെ വാസം. അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെ എല്ലാ മനുഷ്യന്റെയും ഉള്ളിൽ നിന്നുള്ള ബോധം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഏകമായ ഏകം സത്യം വിമലമചലം സർവ്വതീയ സാക്ഷി ഭൂതം എന്ന് പറയുന്നത് സാക്ഷി ലോകത്തിന് ഈശ്വരനെ ഈ പറഞ്ഞ നമ്മുടെ ദേവി ദേവതാ സങ്കല്പങ്ങളിൽ പ്ലേസ് ചെയ്ത് ആരെന്തിൽ പ്രതിഷ്ഠിച്ചാലും ഉള്ളില് ബേസിക്കലി അത് ഉള്ളിൽ തന്നെ ഉണ്ട്. അതിലോട്ടാണ് നമ്മുടെ സെർച്ച് പോകുന്നത്. മാസ്റ്റർ പറഞ്ഞ ബേസിക്കലി ആരും നമ്മൾ പുറത്ത് ഫോക്കസ് ചെയ്യുന്നു. ഈ പറഞ്ഞ ദേവി ദേവന്മാരുടെ സങ്കല്പമല്ല, വൈബ്രേഷൻ ഫീൽഡുകളായിരുന്നു. അതുകൊണ്ടല്ലേ ആ ഒബ്ജക്റ്റിന്റെ മനസ്സിലായിരുന്നുണ്ട്. അപ്പൊ അതിനെ സ്വാംശീകരിക്കാനാണ് നമ്മളിപ്പോ ഒരു ഫിഗർ കൊണ്ട് കൊടുക്കുന്നത്. ഇപ്പൊ ആ ദേവതയെ ഒരു അഗ്രസീവായിട്ടുള്ള ദേവതയെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പോർക്കലി, ഭദ്രകാളിയുടെ പോർക്കലി ഭാവത്തിൽ നമ്മൾ എടുക്കുമ്പോൾ യുദ്ധം ചെയ്യാൻ പറ്റും. കളരി 4 മീറ്റർ പൊക്കത്തിൽ ചാടും, അവനോട് പിടിച്ചിരിക്കാൻ സാധാരണ ആളിന് പറ്റത്തില്ല. അവനിലേക്ക് ആ എനർജി വൈബ്രേഷൻ ഫീൽഡ് വരുന്നുണ്ട്, പിടികിട്ടുന്നുണ്ട്. അപ്പൊ ഇത് വൈബ്രേഷൻസ് ഉള്ളതാണ്. പക്ഷെ ഇത് തന്നെയാണ് ക്രിസ്ത്യൻസ് വേറൊരിടത്ത് മിഖായേൽ എന്ന് വിളിക്കുന്ന ആർക്കിടൈപ്പ്. അതാണേ ഉള്ളൂ, വാളും കൊണ്ട് നിൽക്കുന്ന. അപ്പൊ അന്നേരം ഈ വൈബ്രേഷൻ തന്നെ അവിടെ വരുന്നത്. അതിനൊന്നുമില്ല, ആണും പെണ്ണും ഒന്നുമല്ല. അതിന് രൂപമാവുന്നില്ല. ബോധമുണ്ട്, പിന്നെ ഒരു വൈബ്രേഷൻ ഫീൽഡ് ഉണ്ട്. പക്ഷെ ബോധം നമ്മളെക്കാളുണ്ട്. അമ്മയായിട്ട് നമ്മൾ ഉപാസിക്കുമ്പോൾ ദേവി എന്ന് പറഞ്ഞ് വരുന്നത് നമ്മളെക്കാൾ ബോധമുള്ളതാണ്. പക്ഷെ കുറെ നമ്മുടെ അവയർനെസ്സും അവിടെ ഉണ്ട്. മനസ്സിലാവുന്നു? അപ്പൊ നമ്മൾ പരസ്പരം വർത്തിക്കാനാണ് പറയുന്നത് ഗീതയിൽ. നിങ്ങൾ ദേവന്മാർക്ക് യജ്ഞം ചെയ്യുക, ദേവന്മാർ നിങ്ങളെ അനുഗ്രഹിക്കും, പരസ്പരം വർത്തിച്ചോളാനാണ് ഭഗവാൻ പറയുന്നത്. അത് കറക്റ്റാണ്. നമ്മുടെ അവയർനെസ് വെച്ചിട്ട് നമ്മൾ ഒരു ദേവത എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഈഗോയിലും വളരെ വളരെ മുകളിലും നമ്മുടെ ശിവബോധത്തിലും വളരെ വളരെ താഴെയുമാണ്. മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല.
ശിവബോധം, അവയർനെസ്, പരബ്രഹ്മം അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് ബോധത്തിലും വളരെ താഴെയാണ് ദേവതകൾ. പക്ഷേ നമ്മൾ അവയർനെസ് ആണ് ഞാൻ പറഞ്ഞുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് നിന്ന 8ന്റെ പണി കഴിഞ്ഞു. ദേവത എന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ കോൺഷ്യസ്നസ് ശിവബോധത്തിലും വളരെ താഴെയാണ്. പക്ഷെ നമ്മുടെ ഈഗോയില്, ശ്രീധരൻ നമ്പൂതിരിയുള്ള ഈഗോയില് ഒരുപാട് മുകളിലാണ്. ചിലപ്പോൾ 8ന്റെ പണി കിട്ടുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ അണ്ണന്മാര് ചിലപ്പോൾ വിചാരിക്കും ഞാൻ ശ്രീധരൻ നമ്പൂരി എന്ന് പറയുന്നത് ബോധമാണ്, എന്നിട്ട് ദേവത താഴെയാണെന്ന് വിചാരിക്കും. ഈഗോസാണ് ഇതെല്ലാം ഈഗോസാണ്. ദേവത ഒരു ഈഗോ ആണ് സത്യം പറഞ്ഞു. പക്ഷെ ദേവതയുടെ ഈഗോ നമ്മളെക്കാൾ ഒരുപാട് മുകളിലാണെന്ന്. നമ്മളെക്കാൾ ഒരുപാട് മുകളിലും പോസിറ്റീവ് ആയതുകൊണ്ട് കുഴപ്പമില്ല, നല്ല ദേവതയുടെ. അപ്പൊ അതെങ്ങനെ പണി കിട്ടിയ മന്ത്രവാദികൾ തിരിച്ചടിച്ച് മരിക്കുന്ന എന്താ, പണി വാങ്ങിച്ച് ക്ഷയിച്ചു പോകുന്ന എന്താ ഇല്ലങ്ങൾ. അത് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതായത് പുഞ്ചമൻ പോറ്റി, മറ്റേ ചാത്തന്റെ സിനിമ ഭ്രമയുഗം ഇറങ്ങിയില്ലേ ഇപ്പൊ, അതിൽ പറയുന്ന പോറ്റിയില്ലേ, ഉടുമൻ പോറ്റി, പുഞ്ചമൻ പോറ്റിയാണ് സത്യത്തിൽ. ഈ ഐതിഹ്യമാല പറയുന്ന കഥയാണ്. പുഞ്ചമൻ പോറ്റി ചാത്തന്റെ ഉപാസകനാണ്. വേറെ ഭട്ടതിരിയോ മറ്റോ ആണ്. അദ്ദേഹം ഭദ്രകാളിയുടെ ഉപാസകനാണ്. ഇവര് തമ്മിൽ തർക്കമായി ഏത് ദേവതയെ കൂടുതൽ പവറുള്ളത്. ഉപാസിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് ഭദ്രകാളിയെ തന്നെ ഉപാസിക്കണം ഇദ്ദേഹം. മറ്റദ്ദേഹം പറയുന്നു ചാത്തനെ ഉപാസിക്കുന്നത് നല്ലത്. ഇവര് തമ്മിൽ തർക്കമായി. അപ്പം രാവിലെ എന്നിട്ട് ശിവേലി നടത്തത്തുള്ളൂ, അമ്പലത്തിൽ വെച്ച തർക്കം. എന്നിട്ട് ശിവേലി നടത്തിയാൽ മതി എന്നായി. അങ്ങനത്തെ പറഞ്ഞിട്ട് ലാസ്റ്റില് അപ്പം അവിടെ ഈ ചാത്തന്റെ പുഞ്ചമൻ പോറ്റി അവിടെ നിന്ന് ജപിച്ച് മന്ത്രം ചൊല്ലി കഴിഞ്ഞപ്പോൾ ചാത്തൻ അവിടെ നിന്ന് ഒരു ആളിന്റെ രൂപത്തിൽ വന്നിട്ട്, എനിക്ക് തോന്നുന്ന ഒരാളിലേക്ക് പ്രവേശിച്ചിട്ടായിരിക്കും അവിടെ. പക്ഷെ അവിടെ വന്ന് ഇയാൾ പറയുന്നതൊക്കെ ചെയ്തു കൊടുത്തു. അപ്പം എന്തോ ഒരു സംഭവം ചെയ്തു കൊടുത്തു. എന്തോ എടുത്തോണ്ട് വരാൻ പറഞ്ഞു, എടുത്തോണ്ട് വരുമെന്തോ ചെയ്തു. അപ്പൊ ഭദ്രകാളി മറ്റദ്ദേഹം എന്തോ മന്ത്രം ജപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഭദ്രകാളി ഒരു സ്ത്രീയുടെ ശരീരത്തിൽ വന്ന് അവിടെ വന്ന് ഈ തുപ്പൽക്കോളാകുമ്പോൾ എടുത്തോണ്ട് കൊടുത്തു. അതിൽ തുപ്പി തിരിച്ചു കൊണ്ടുപോയി. അപ്പൊ അതാണ് പവർഫുൾ ആയത് സംഭവം. ഇദ്ദേഹം പറഞ്ഞാൽ ജയിച്ചത് ഭദ്രകാളിയുടെ സംഭവമാണ് കൂടുതൽ ജയിച്ചത്, കൂടുതൽ സക്സസ് ആയത്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഭദ്രകാളി പറഞ്ഞു ഇനി ടാറ്റ ഗുഡ് ബൈ, എന്നെ കൊണ്ട് കോളാമ്പ് എടുത്ത് ഒപ്പിച്ചില്ലയോ, അതുകൊണ്ട് ഇനി ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല എന്ന് പറഞ്ഞ് പോയി എന്നാണ്. അത്രയും നാളത്തെ ജപവും സംഭവം എല്ലാം വേസ്റ്റായി പോയില്ലേ. അവിടെ ഞാൻ എന്നുള്ളത് കയറി ഞാൻ ബ്രഹ്മമാണെന്ന് അങ്ങ് തെറ്റിദ്ധരിച്ചു. എല്ലാ ആളുകൾക്കും, എല്ലാ ആചാര്യന്മാരും പതിച്ചു പോകുന്നത്, എല്ലാ താന്ത്രികരും മാന്ത്രികരും വൈദികരും യോഗികളും ഈ ലോകത്ത് ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ സ്പിരിച്വൽ മാസ്റ്റേഴ്സും പതിച്ചു പോയിട്ടുള്ളത് ഈ ഒരൊറ്റ വിഷയത്തിലാണ്. ഇത് ഫിക്സ് ചെയ്യുന്നിടത്താണ് ചിലപ്പോ ദേവതയിൽ ഉയരിയായിട്ട് നിൽക്കുന്ന പരബ്രഹ്മത്തെ അനുഭവേദ്യമാകുമ്പോൾ അത് മൈൻഡിലേക്ക് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് ഞാൻ പരബ്രഹ്മമാണെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഈഗോ പരബ്രഹ്മമാണ് അനുഭവിച്ച് പ്രവർത്തിക്കുമ്പോൾ 8ന്റെ പണി വായിക്കും. അവിടെ ദേവതയെ നിന്ദിക്കാനും ഒക്കെ തുടങ്ങും. ഞാനൊരു വലിയ സംഭവമായിട്ട് അങ്ങ് തോന്നും. പിന്നെ സ്ത്രീ വിഷയങ്ങളായി മറ്റു കാര്യങ്ങളായി എല്ലാവരും എൻ്റെ അടിമയാണെന്ന് തോന്നി. ഞാൻ ദേവിയല്ലേ, ഞാൻ ശിവനല്ലേ, ഇങ്ങനൊക്കെ ചിന്തിക്കും. ചെല്ല ഞാൻ ശിവനായിട്ടാ പറയുന്നത്. അത് ഈ ഇടയ്ക്ക് എപ്പോഴോ ഈ കക്ഷിക്ക് ഇതൊന്നും മനസ്സിലായി പോയി. അതാണ് അബദ്ധം പറ്റിയത്. പിന്നീട് ബ്രഹ്മമാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ദേവതയായിട്ട് അത് ദേവതയിൽ ഉപരിയായിട്ട് ജീവിക്കാൻ പറ്റും. അവിടെ നമ്മുടെ എളിമ അല്ലെങ്കിൽ അവിടെ സിമ്പിളായിട്ട് ഇരിക്കാനുള്ള അവസ്ഥ, സീറോയിൽ ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ പണിയും. എനിക്കൊക്കെ ഈ ഒരൊറ്റ പേടിയുള്ളത് ഈഗോ വന്നു പോയാൽ പോയി. പുറത്തൊക്കെ ഞാൻ ചിലപ്പോൾ അഹങ്കാരിയായിട്ടൊക്കെ കാണപ്പെടും, ഭയങ്കര അഹങ്കാരിയായിട്ടൊക്കെ ചിലർക്ക് തോന്നും. അത് പുറത്തുള്ള ഒരു വേഷം കെട്ട് മാത്രമേ. ഉള്ളിൽ നമ്മൾ എപ്പോഴും ഈ സംഭവം പേടിച്ചിരിക്കുന്ന ആളാണ്, മനസ്സിലാവുന്നുണ്ട്. അത് അഹങ്കാരിയായിട്ട് തോന്നുന്നല്ല, ശരിക്കും നമ്മൾ നമ്മുടെ കോൺഫിഡൻസിൽ സംസാരിക്കുമ്പോൾ ആളുകൾക്ക് ഇത് അഹങ്കാരമായിട്ട് തോന്നും. നമ്മുടെ കോൺഫിഡൻസിലാണ് നമ്മൾ അത് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഇപ്പം ഭയങ്കര അഹങ്കാരിയാണല്ലോ. കാരണം ആധികാരികത എപ്പോഴും ആളുകൾക്ക് ഒരഹങ്കാരത്തിന്റെ ഫീലുണ്ട്.
പിടികിട്ടുന്നുണ്ടോ? അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ആധികാരികമായി ഞാൻ സംസാരിച്ചില്ലെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ ദീക്ഷ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു രോഗ ദുരിതം മാറാൻ നിൽക്കുന്ന ഒരാൾക്ക് ഇയാൾക്ക് കോൺഫിഡൻസ് ഇല്ല, പിന്നെ ഇയാൾ അങ്ങനെ എൻ്റെ പ്രശ്നം മാറ്റുമെന്നൊരു തോന്നൽ വന്നാൽ ഞാൻ പറയുന്നവർ വിശ്വസിക്കൂല. ഒരു ഡോക്ടറൊക്കെ ചോദിക്കുക, ചില ഡോക്ടേഴ്സ് പറയത്തില്ലേ, പല ഡോക്ടർമാരെ വിശേഷിച്ച് ഇതിൽ ഉസ്താദുമാർ എല്ലാം നോക്കിയിട്ട് പറയും ഇവിടെ ചില പ്രശ്നമുണ്ട്, പല്ലങ്ങ് എടുത്തേക്കട്ടെ, എടുക്കണോ? അങ്ങനെ ഇതറിയാമെങ്കിൽ നമ്മളവിടെ പോയിരിക്കുമോ? അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്തേക്കട്ടെ. മനസ്സിലായ? ഒരു കോൺഫിഡൻസ് ഇല്ലാതെ ഓപ്പറേഷൻ ചെയ്യാം കേട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് ധൈര്യമാണ്, അങ്ങ് മാറിക്കോളും, കുഴപ്പമൊന്നുമില്ല, ഓപ്പറേഷൻ കഴിയുമ്പോൾ മാറും. നമുക്കൊന്ന് ഓപ്പറേഷൻ ചെയ്ത് നോക്കിയാലും നമുക്ക് പേടിയാവത്തില്ല. ഒരു ഓപ്പറേഷൻ ചെയ്ത് നോക്കിയാലും. അപ്പൊ ഒരു ഡോക്ടർ എപ്പോഴും കോൺഫിഡന്റ് ആയിരിക്കണം. അതുകൊണ്ട് ഡോക്ടർമാരുടെ വായിന്ന് ഒരിക്കലും ഒരു കാര്യം അറിയത്തില്ല എന്ന് വീഴത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർമാര് സർവജ്ഞരായിട്ടായിരിക്കുന്നത്. അതൊന്നും അറിയത്തില്ല എന്ന് ഒരിക്കലും പറയത്തില്ല. എന്ന് പറയുന്നവരുടെ കൂട്ടൊരു സംഗതി ഇവിടെ ഉണ്ട്. ഞാനതുകൊണ്ട് പുറത്ത് അറിയത്തില്ല എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് കോൺഫിഡൻസ് കുറയുന്നുള്ളതുകൊണ്ട് പലരും ഹെൽപ്പ് ചെയ്യേണ്ടതുകൊണ്ട് മാത്രം ഞാനൊരു അഹങ്കാരിയുടെ മുഖം മൂടി എടുത്ത് വെച്ചേക്കുന്നു. അല്ലെങ്കിൽ ആധികാരികത, നമ്മൾ ആധികാരികമായി സംസാരിക്കണമെന്നുള്ളൂ. പക്ഷെ ഈ ആധികാരികമായി സംസാരിക്കുമ്പോൾ അതൊന്നും നമ്മൾ സത്യത്തിൽ അതൊന്നും നമ്മൾ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയല്ല, അതിനകത്തിലൊക്കെ തിരിച്ചു ആകാം എന്നൊരു സംഭവം അവിടെ ഉണ്ട്, ഒരു സീറോ അവിടെ ഉണ്ട്. ഉള്ളിലാണ് നമ്മൾ, പുറമേ അല്ലാന്ന് ഉള്ളു. അപ്പം അതാ ഞാൻ പറഞ്ഞത്, എല്ലാവരും ശരിക്കും പേടിക്കേണ്ട കാര്യം അതാണ്. എല്ലാവരും പേടിക്കേണ്ട കാര്യം അതാണ്. കാരണം ഇത് തമ്മിൽ മാറി കളിക്കും. ഒരു ദേവതയ്ക്ക് കാരണം അനുഭവങ്ങൾ വരുമ്പോഴത് മാറുന്നു. ചിലപ്പോൾ നമ്മൾ പറയുന്നത് ദേവത കേൾക്കുമ്പോൾ വരുന്ന ഒരു കെണിയാണ്. നമ്മൾ പറയുന്നത് ദേവത കേൾക്കണമെങ്കിൽ നമ്മൾ ആരായി? ദേവതയിൽ ഒരു ഉയരമുള്ള ഒരു പരബ്രഹ്മ ബോധമായിട്ട് നമുക്ക് ബന്ധം വന്നുകൊണ്ടല്ലേ അത് പറ്റുന്നത്. അപ്പൊ ഈഗോ വരും. അടുത്ത സ്റ്റെപ്പിലായി പറയുന്നത് ഈഗോ വന്നിട്ട് ഞാൻ ദേവതയിലും വലുതാണെന്ന് പറയുക. അപ്പം ശരിക്കും പരബ്രഹ്മ ബോധമായിട്ടുള്ള ബന്ധം പോവുകയും ചെയ്യും. മാനസികമായിട്ട് നമ്മൾ ഈ ദേവതയിൽ ഉയരെ നിൽക്കുകയും ചെയ്യും. അതാണ് ആ കഥ പറഞ്ഞത്. അപ്പം ഏത്തിന്റെ പണി കിട്ടും. ഉള്ള വാദമെല്ലാം കൂടെ ബാധിച്ച് ദേവി അങ്ങ് വിട്ടു കഴിഞ്ഞാൽ ഉള്ള വാദമെല്ലാം കൂടെ നോക്കിയിരിക്കുകയല്ലേ ബാധിക്കാൻ. എട്ടിന്റെ പണി കിട്ടും. എനിക്കറിയാം എൻ്റെ ചുറ്റും സംഭവങ്ങൾ നിൽപ്പുണ്ടെന്നുള്ളത്. എന്നെ ഒന്നും ചെയ്യാത്തത് ഉപാസനയുള്ളത് മാത്രമേ. അപ്പം ഇതൊക്കെ ഹയർ ലെവലുള്ള കാര്യം, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ടുള്ള മന്ത്രദീക്ഷയിലൂടെ ഉപാസന ദീക്ഷയെടുത്ത് ദേവത ഉപാസന ചെയ്ത് നമ്മൾ ഒരു പോസിറ്റീവായിട്ട് ദേവതയുടെ ഒരു വൈബ്രേഷണൽ ഫീൽഡിനെ അക്യുമുലേറ്റ് ചെയ്ത് ഈ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളുടെ ഉപദ്രവങ്ങൾ കുറഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് സമാധാനമായിട്ട് ധ്യാനിക്കാൻ പറ്റും, യഥാർത്ഥ ധ്യാനത്തിലേക്ക് വരാൻ പറ്റും. അപ്പം നമ്മുടെ കുണ്ടലിനി നോർമലായിട്ട് ചക്രങ്ങൾ ആക്ടിവേറ്റ് ആകുന്നതൊക്കെ സ്വാഭാവികമായി സംഭവിക്കും. അത് സ്വാഭാവികമായി മാത്രമേ സംഭവിക്കാവൂ. അങ്ങോട്ടൊരു എനർജിയെ വിട്ട് ആ ചക്രം ആക്റ്റീവ് ആക്കി കളയാം, അപകടമാണ്. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരിക്കും, പക്ഷെ അത് പറക്കമുറ്റാതെ സംഭവിക്കുന്ന, പറക്കാൻ നോക്കിയാൽ പറ്റുന്ന അവസ്ഥയാണ്. അതായത് ഓരോന്നും ഓരോ സമയത്താണ് ആക്റ്റീവ് ആകുന്നത്. അല്ലാതെ ആക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ അത് ദോഷമായിരിക്കും. അപ്പം നാച്ചുറലി അത് ശരിയായിരിക്കും. ആ സ്വാഭാവികമായ പ്രകൃതിയുടെ മൂവ്മെന്റിൽ, കുണ്ടലിനി മൂവ്മെന്റിൽ ഇടപെടാൻ പാടില്ല. തന്നെ അത് ശരിയായി വരും. നമ്മൾ പിടിച്ച് ശരിയാക്കിക്കാൻ പോയാൽ അപകടം. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ധ്യാന രോഗികളുണ്ടാവും. അങ്ങനെ എത്ര പേരെ കറക്റ്റ് ചെയ്ത് വിരട്ടി വന്നിട്ട് മാറി. രാത്രി 1 മണിക്കൊക്കെ വിളിച്ചു ഓരോരുത്തർ പറയും ഉറക്കമില്ല, ജപം ചെയ്ത് ധ്യാനിച്ചത് ഓരോരുത്തർക്കും ദീക്ഷ എടുത്തിട്ട് ദുരിതമാണ്. ക്യാഷൊക്കെ ഒരുപാട് വാങ്ങിച്ച് മന്ത്രദീക്ഷയൊക്കെ എടുത്ത് ബിസിനസ്സായിട്ട് ചെയ്യുന്നവരുണ്ട്. ശ്രീവിദ്യ തന്നെ അതുപോലെ പലതും. അവർക്ക് ഇതിൻ്റെ പ്രായോഗികതയുടെ ABCD അറിയത്തുമില്ല. വേഷം കെട്ടെല്ലാം കാണുകയും ചെയ്യും. വലിയ വേഷം ആവിയൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ പല
വേഷം കെട്ടൊക്കെ കാണിച്ച് ആളുകളെ അട്രാക്ട് ചെയ്ത് പരസ്യമൊക്കെ കൊടുത്ത് പല രീതിയിൽ ഒന്നും പറ്റത്തില്ല, അറിയത്തില്ല. അപ്പോൾ എന്ത് പറ്റും? രോഗികളുണ്ടോ എന്നാൽ അവർ നിർത്തും. ചിലൊക്കെ നിർത്തും, ചില ആളുകൾ ആ രോഗദുരിതങ്ങളുമായിട്ട് പോയി ചത്തുപോകും. അതങ്ങനെ പോകും. ഇതൊന്നും ആരും അറിയുന്നില്ല. യോഗയിലും ഉണ്ടല്ലോ ഒരുപാട് പേര് യോഗ മാസ്റ്റേഴ്സ് കാര്യം അറിയാതെ ചെയ്യുന്നു, ദ്രോഹികളെ സൃഷ്ടിക്കുന്നു രോഗികൾ. നമ്മൾ ഇതൊരു ഇതായിട്ട് പറയുമല്ല, നമ്മളൊരു ചുമ്മാ കുറ്റം പറയുമോ നമ്മൾ കേവനാന്ന് പറയുന്നൊന്നുമല്ല, ഇതിൻ്റെ ഫാക്റ്റ് പറയുന്നത്. അത് ഈ ഞെക്കി ഓരോന്ന് ആക്റ്റീവ് ആക്കാൻ പോകുന്നതിൻ്റെ കുഴപ്പമാണ്. പ്രാണായാമമൊക്കെ ഓവറായിട്ട് ചെയ്ത് കുണ്ടലിനിയൊക്കെ റേസ് കപാൽഭാതിയൊക്കെ ഓവറായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് ആസ്ഥാനത്ത് കയറി ഡെവലപ്പ് ചെയ്യും. മൈൻഡിനെ സ്റ്റോപ്പാക്കാൻ പഠിച്ചിട്ടുമില്ല. അപ്പോൾ ഈ കുണ്ടൽ ഡയറക്റ്റ് മൈൻഡിലോട്ട് കയറി അവിടെയുള്ള ഹാലൂസിനേഷനൊക്കെ റിയലായിട്ട് തോന്നുന്നു, അത് ആക്റ്റീവ് ആവും, കൈവിട്ടും. മൈൻഡ് സ്റ്റോപ്പായിക്കൊണ്ട് കുണ്ടലിൽ റൈസ് ചെയ്താൽ അതിനെ സുഷുമ്നയിൽ എത്തിക്കാൻ, നമുക്ക് സമാധിയിൽ എത്തിക്കാൻ സാധിക്കും. അതിനാണ് ദീക്ഷ എടുക്കേണ്ടത്. ഇത് പ്രാക്ടീസ് ചെയ്യണം. ശരിക്കും സൗണ്ട് ആൻഡ് ലൈറ്റ് എന്ന് പറഞ്ഞ ക്രിയയുടെ ഫസ്റ്റ് ദീക്ഷയുടെ സമയത്ത് അങ്ങനെ പറഞ്ഞത് കുറെ പേർക്ക് സൗണ്ട് ആൻഡ് ലൈറ്റ് കിട്ടുന്നില്ല, അതായത് സൗണ്ട് കിട്ടുന്നു. മാസ്റ്റർ പറഞ്ഞത് അതിന്റെ ഹാലുസിനേഷൻ ഡിലൂഷൻ ഇതിലൂടെ മാറിപ്പോകും. കാരണം ഞാൻ എന്തോ കേൾക്കുന്നു അല്ലെ കാണുന്നു, പക്ഷെ ഞാൻ അങ്ങനെ അതിനുവേണ്ടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ബട്ട് ഓട്ടോമാറ്റിക്കലി അവയർനെസ് കൂടുന്നതിനനുസരിച്ച് രമണ മഹർഷി പറഞ്ഞു ചുമ്മാ ഇരി എന്ന് പറയത്തില്ല. ചുമ്മാ ലളിതമായിട്ട് നമുക്ക് ധ്യാനിച്ച് നാച്ചുറലി സിറ്റുവേഷൻ ഒരുക്കി വെച്ച് കുണ്ടലിൽ റേസ് ചെയ്യുമ്പോൾ അത് നാച്ചുറലി പോയി ഹിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങൾ ഹിറ്റ് ചെയ്ത് ആക്റ്റീവ് ആക്കേണ്ട കാര്യങ്ങൾ ആക്റ്റീവ് ആക്കി തന്നെ അതിനൊരു പാത്രമുണ്ട്, ധൃതി വെക്കരുത്. അതങ്ങനെ വന്നോളും. നമ്മൾ അവയർനെസ് കൂട്ടി 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 കൊണ്ടുവരികയും കുണ്ടലിൽ റൈസ് ആയാലും അത് നല്ല ദേവതയ്ക്ക് കിട്ടുന്നതിന് ഭക്തിയോടെ ജപം ചെയ്യുകയും ചെയ്താൽ സമയമാകുമ്പോൾ റൈസ് ചെയ്ത് നല്ല ദേവതകളിലൂടെ ശിവജ്ഞാന പ്രദായിനി എന്ന് പറയുന്നോട്ട് പുരുഷാർത്ഥ പ്രധാനം കൊണ്ട് വേണ്ടതിനെ നേടി അതാത് ചക്രങ്ങളെ വേണ്ട സമയത്ത് ആക്റ്റീവാക്കി അത് അവസാനത്തെ കൊണ്ട് എത്തിക്കും. അതാണ് ശിവജ്ഞാന പ്രദായിനി, ശിവദൂതി എന്നൊക്കെ ദേവിയെ വിളിക്കുന്നത്. ആ ദേവി ഉപാസനയുടെ പ്രത്യേകത. മറ്റേ ദേവി ഉപാസന അങ്ങനെ ഒരു ദേവത ഇല്ലാത്തപ്പോൾ ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളല്ലേ ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് പോരായ്മകളുണ്ടല്ലോ, നമുക്ക് അറിവില്ലായ്മകൾ ഒരുപാടില്ലേ. പണ്ടൊക്കെ യോഗ ചെയ്യുന്ന ആളൊരു ഗുരുവിൻ്റെ കൂടെ താമസിച്ച് നിൽക്കുമ്പോൾ ഈ ഗുരു ദേവതയുടെ കൂട്ട് വർക്ക് ചെയ്യും. കാരണം ഇവർക്ക് രണ്ടുപേർക്കും വേറെ ഉദ്ദേശമൊന്നുമില്ല, പിടിയിട്ടുണ്ട്. പക്ഷെ ഇന്നങ്ങനെ അല്ലല്ലോ, 100 കാര്യങ്ങൾക്കിടയിലല്ലേ ഇത് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ ദേവതയാണ് നമുക്ക് ആവശ്യം. നമ്മുടെ ഉള്ളിൽ നിന്ന് എപ്പോഴും നമ്മളെ ഗൈഡ് ചെയ്ത് പോകാൻ ദേവതയുടെ ബന്ധം. ദേവതയ്ക്ക് ഇതൊക്കെ അറിയാം, അവിടെ എക്സ്പേർട്ടാണ്. അപ്പൊ ബാധകൾ പിടിക്കാതെ ഒക്കെ കൊണ്ടുപോകും. അങ്ങനെ ആ ഒരു ബെൽറ്റ് കടന്നിട്ട് വേണം നമ്മൾ ചെല്ലാൻ, ഉയർന്ന ചക്രങ്ങളിലേക്ക് സമാധിയിലേക്കൊക്കെ എത്താൻ. അത് ഗ്രാജുവലി എത്തും. നമുക്ക് വിധി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് എത്തിയിരിക്കും. ഇന്നലെ നാളെ മിസ്റ്റർ മോഹൻ നിങ്ങളൊരു നടനാകണമെങ്കിൽ നിങ്ങളതായിരിക്കും എന്ന് മമ്മൂട്ടിയോട് പറയുന്ന പോലെ മനസ്സിലാവുന്ന വിധി ഉണ്ടെങ്കിൽ അത് കിട്ടും. നമ്മൾ തിരുതി വെക്കാനൊന്നുമില്ല, എപ്രാളപ്പെടാനൊന്നുമില്ല. ടൈം ഇതിനകത്ത് കൊണ്ടുവരില്ല ധ്യാനത്തിൽ. അതാ പലരുടെ പ്രശ്നം. ടൈം കൊണ്ടുവരുമ്പോൾ ഇത് ഫാസ്റ്റും ഫ്യൂച്ചറും ഉണ്ടായി, ടെൻഷനും വിഷമവും ഉണ്ടായി, അത് ഇമോഷൻസ് മാറി, നെഗറ്റീവ് കെമിക്കൽസ് ബ്രെയിനിൽ വന്നു, ബാധകൾ വന്നു, പിന്നെ അവരെ ഏറ്റെടുത്ത് വേറൊരു വഴി കൊണ്ടെത്തി. എനിക്കത് പണ്ട് ഇത് തുടങ്ങിയ സമയത്ത് എന്റെ മനസ്സിൽ കൂടുതലിപ്പോ നമ്മള് ഗ്രൂപ്പ് സെഷനൊക്കെ പോകുമ്പോൾ ആൾക്കാർക്ക് അപ്പം ആരും ഗ്രൂപ്പായിട്ട് പോയിട്ട് അല്ല, ആരും ഈ പറഞ്ഞ ശ്രീകാന്ത് ഗുരുവോ ആരും ഗ്രൂപ്പായിട്ട് പോയിട്ടില്ല. എല്ലാവരും ഒറ്റയ്ക്ക് പോയി കണ്ടുപിടിച്ചവരേ ഉള്ളൂ. ഗ്രൂപ്പായിട്ടുള്ള എങ്ങനെ വിളിച്ച് ടോക്ക് പോയി പറയും ഞങ്ങൾക്ക് കിട്ടുന്നില്ല, വട്ടം കിട്ടുന്നില്ല. ഞാനിപ്പോ അത് പറഞ്ഞതിപ്പോ നിങ്ങൾ ഇത് പ്രതീക്ഷിക്കേണ്ട സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ് എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു പ്രാക്ടീസ് തുടങ്ങുമ്പോഴും വെയിറ്റ് ചെയ്യുക, ജസ്റ്റ് ലേൺ ദ ബി വിത്ത് ദ പ്രോസസ്. നമുക്ക് പിന്നെ ഒരു ഹാബിറ്റ് ആയിട്ട് ഫോം ചെയ്യും. ഇപ്പൊ ഞാൻ പല്ല് കേൾക്കുന്നതായിരുന്നു പറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്നതിന് കുറച്ച് കഴിയുമ്പോൾ എനിക്കത് ഈസിനെസ് ഫീൽ ചെയ്ത് തുടങ്ങി. ഇപ്പൊ മെഡിറ്റേഷൻ എനിക്ക് അത് രാവിലെ എഴുന്നേലും വൈകിട്ട് ഓട്ടോമാറ്റിക്കലി ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. കാരണം അതിനൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ഒരു പല്ല് കേൾക്കുന്ന കാര്യങ്ങളോട് എനിക്ക് ശീലമായി. ഈ 2-3 ദിവസം ഞാനിപ്പോ ട്രാവൽ ചെയ്ത ഫ്ലൈറ്റിന് അത്രയും നേരത്തെ ട്രാവലിംഗ് ചെയ്യുന്നത് ടൈം ഡിഫറൻസ്, ടൈം സോണിന്റെ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കക്കുറവും ഇത് പ്രശ്നം. 2 ദിവസം ഒന്നും സാധനം മുടങ്ങി. ബട്ട് സ്റ്റിൽ എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ തോന്നുന്നു. അത് വൈകിട്ടുള്ള ആ ഒരു ഹാബിറ്റ് എനിക്ക് ഓൾറെഡി ഫോംഡ് ആയി, ഒരു ക്വാണ്ടിറ്റൈസ്ഡ് പോലെയായി. അത് മാസ്റ്റർ ഇപ്പം പറഞ്ഞു തരട്ടെ, ഇത് സമയം വെച്ച് വെക്കണ്ട, പോവുക. കൃപയിൽ
കുഴപ്പമൊന്നുമില്ല, ദീക്ഷ എടുക്കാം കേട്ടോ.